ഹായ് നമസ്കാരം, എല്ലാവർക്കും മലയാള ടെക് ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഹാങ് ആവുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നുകിൽ ചെറിയ റാം സൈസ് ഉള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ, വലിയ ആപ്ലിക്കേഷനുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ സാധാരണയായി ഫോൺ ഹാങ് ആവുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് സാധാരണയായിട്ട് അറിയാം, നമ്മൾ മോസ്റ്റ് യൂസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ജിമെയിൽ ആപ്ലിക്കേഷൻ, അതുപോലെ യൂട്യൂബ്, മാപ്പ്, ഫയൽ എക്സ്പ്ലോറർ, അതുപോലെ ഗൂഗിൾ സെർച്ച്, ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളാണ്. ഈയിടെയായിട്ട് ഗൂഗിൾ ബഞ്ച് ഓഫ് ആപ്സ് അവതരിപ്പിക്കുകയുണ്ടായി. ഗോ ആപ്സ് എന്നാണ് അതിനെ ഗൂഗിൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ 6 ഗോ ആപ്സ് ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. യൂട്യൂബ് ഗോ, ജിമെയിൽ ഗോ, മാപ്സ് ഗോ, ഫയൽസ് ഗോ, ഗൂഗിൾ സെർച്ച് ഗോ ആൻഡ് ഗൂഗിൾ അസിസ്റ്റന്റ് ഗോ. എന്താണ് ഈ ആപ്ലിക്കേഷനുകളുടെ ഫീച്ചേഴ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. വളരെ ചെറിയ സൈസിൽ എന്നാൽ വളരെ ഫാസ്റ്റായി നമ്മുടെ ഫോണിനകത്ത് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളാണ് ഗൂഗിൾ ആപ്പ് ഗോ എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷനിൽ വളരെ ചെറിയ MB മാത്രമാണ് നമ്മുടെ ഫോണിനകത്ത് ഉപയോഗിക്കുന്നത്. ഒപ്പം ചെറിയ തോതിലുള്ള CPU യൂസേജും റാം യൂസേജും വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇന്റർനെറ്റിന്റെ വലിയ രീതിയിലുള്ള ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏകദേശം ഗൂഗിൾ അവകാശപ്പെടുന്ന പോലെ തന്നെ ഏകദേശം 50% നമ്മുടെ ഫോണിനകത്ത് ഹാങ് ആവുന്ന പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ജിമെയിൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഫയൽ എക്സ്പ്ലോററോ അല്ലെങ്കിൽ മാപ്പ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ആപ്ലിക്കേഷനോ ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗോ ആപ്ലിക്കേഷനുകളും സാധാരണ ആപ്ലിക്കേഷനുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് വലിയ രീതിയിലുള്ള ആനിമേഷനുകളൊന്നും തന്നെ നമുക്ക് ഈ ഗോ എന്ന് പറയുന്ന ബഞ്ച് ഓഫ് ആപ്ലിക്കേഷനുകൾ കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമുക്ക് ഉപകാരപ്രദമായിട്ട് നമുക്ക് സാധാരണ ഒരു ജിമെയിൽ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ആപ്പിനകത്ത് ഉപയോഗിച്ച് തുടങ്ങാം എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ ഒരുപാട് ഗൂഗിൾ ആപ്ലിക്കേഷനുകൾ ഇത്തരത്തിൽ ഗോ വേർഷനുകളിൽ വരും എന്നാണ് കമ്പനി പറയുന്നത്. ഒപ്പം ആൻഡ്രോയിഡ് ഓറിയോ ബേസ്ഡ് ഗോ ഫോണുകൾ ഇറങ്ങാനും ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഗോ ഫോണുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ റേറ്റിൽ, അതായത് ഒരു 3000-ഓ 4000-ഓ വരുന്ന ആൻഡ്രോയിഡ് ഫോണുകളിൽ ചെറിയ റാം 1 GB റാം ഒക്കെ ഉള്ള ഫോണുകളിൽ ഈ ഗോ ആപ്സ് ആയിരിക്കും പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ തന്നെ അതിന്റെ വലിയ രീതിയിലുള്ള മെമ്മറി അറേഞ്ച്മെന്റ്സും ഒപ്പം പെർഫോമൻസും ഒക്കെ നല്ല ഡിഫറൻസ് വരുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷനുകളുടെ എല്ലാം ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷനിൽ എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂട്യൂബിന്റെ ആപ്ലിക്കേഷനാണ്. യൂട്യൂബ് ഗോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ഇതിനു മുന്നേ ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമായിട്ടൊരു റിവ്യൂ ചെയ്തിരുന്നു നമ്മുടെ ചാനലിനകത്ത്. അതായത് ഈ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ക്വാളിറ്റിയിൽ കാണണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കാണാൻ പറ്റും. ഒപ്പം തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനൊക്കെ സാധിക്കും. നമ്മുടെ ചാനലിലെ പുതുതായിട്ട് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ URL കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം.